മുണ്ടത്തടം കരിങ്കൽ ക്വാറി സമരനായിക ക്വാറി ഉടമയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പബ്ലിക് കേരള പുറത്തുവിടുന്നു. ഏറെ ചർച്ചയായ സമരത്തിനു പിന്നിൽ ചില തൽപര കക്ഷികളുടെ ഗൂഢാലോചനയുണ്ട് എന്നാണ് പബ്ലിക് കേരള നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. നിലവിലെ സമര നായികയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയായ രാധാ വിജയനാണ് ക്വാറി ഉടമയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തനം ആരംഭിച്ച ക്വാറിക്കെതിരെ എന്തുകൊണ്ട് ഇപ്പോൾ സമരം നടക്കുന്നു? ഇതിനുള്ള ഉത്തരമാണ് ഈ ദൃശ്യം. പല കാരണങ്ങൾ പറഞ്ഞ് ക്വാറി ഉടമയുടെ കയ്യിൽ നിന്നും പ്രദേശവാസികളിൽ ചിലർ പണം കൈപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പിന് പണം വാങ്ങിയെന്നാണ് പ്രദേശവാസികളിൽ ചിലരുടെ വാദം. സി നാരായണൻ എന്നവരുടെ ഭവനത്തിലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് കൊണ്ട് ബ്ലോക്ക് മെമ്പർ രാധയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 10,000 രൂപ സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നു. 2016 ഒക്ടോബർ 15-നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാ വിജയൻ ക്വാറി ഉടമയുടെ വീട്ടിൽ ചെന്ന് പണം കൈപ്പറ്റുന്നത്. ഇതിന് ന്യായീകരണവുമായി വന്ന ക്ലബ്ബ് ഭാരവാഹികൾക്കും സമര നേതാക്കൾക്കും CCTVയിലെ തീയതി പരിശോധിക്കാൻ മറന്നുപോയി. തങ്ങൾ പണം വാങ്ങിയത് നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷത്തിനാണ് എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഈ പരിപാടി നടക്കുന്നത് 2017 ഏപ്രിൽ 29 ശനിയാഴ്ചയാണ്. ഏകദേശം 6 മാസത്തിന്റെ വ്യത്യാസം. 2016 ഒക്ടോബർ 15 വാങ്ങിയ പണം റെസിപ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് 29 ഏപ്രിൽ 2017-നാണ്. ഇതിൽ നിന്നും തന്നെ സമരം നയിക്കുന്നവരുടെ ഉദ്ദേശവും വാദത്തിന്റെ യാഥാർത്ഥ്യവും വ്യക്തമാണ്. എന്നാൽ ബലിയാടാകുന്നത് നിരപരാധികളായ പ്രദേശവാസികളും. നിലവിൽ കൃത്യമായി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിയെ തകർക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. നിരവധി തവണ ക്വാറി ഉടമയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇപ്പോൾ സമരവുമായി മുന്നോട്ട് വന്നതിനു പിന്നിലെ യാഥാർത്ഥ്യം പൊതുജനങ്ങളിലേക്ക് പബ്ലിക് കേരള എത്തിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.